370 അനുച്ഛേദ പ്രകാരം ജമ്മു കശ്മീരിൻ്റെ പ്രത്യേക അവകാശം എടുത്തു കളഞ്ഞുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതി പോയപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാതെ വിടുകയാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിനെ യൂണിയൻ ടെറിട്ടറിയാക്കി തരം താഴ്ത്താൻ കഴിയുക എന്നുള്ള നിർണായകമായ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടില്ല. അപ്പോൾ നാളെ ഒരുപക്ഷെ കേരളം എന്ന സംസ്ഥാനത്തെ ഒരു യൂണിയൻ ടെറിട്ടറിയാക്കാം. ഉദാഹരണത്തിന് ലക്ഷദ്വീപിനെയും വടക്കൻ കേരളത്തെയും ഒരു യൂണിയൻ ടെറിട്ടറിയാക്കി നിർത്തുകയും തെക്കൻ കേരളത്തിലെ നായന്മാരും ക്രിസ്ത്യാനികളും BJPയെ ജയിപ്പിച്ചോളും എന്ന അടിസ്ഥാനത്തിൽ അതിനെ മാത്രം ഒരു സ്റ്റേറ്റാക്കി വെച്ചാൽ അപ്പോൾ ആ നിലയിൽ സംഭവിച്ചുകൂടായികയില്ല. നാളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള രണ്ട് ഐഡിയോളജിയും, ഇപ്പോൾ സെൻട്രിസ്റ്റ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ലെഫ്റ്റ് CPMനെ സംബന്ധിച്ചിടത്തോളം രണ്ടും BJPയെ സംബന്ധിച്ചിടത്തോളം ചതുർത്ഥിയാണ്. അങ്ങനെ ഒരു ഐഡിയോളജി ഉള്ള ഒരു സംസ്ഥാനത്തെ നിലക്ക് നിർത്തുക, ഞാൻ കോട്ട് ആൻഡ് കോട്ട് നിലക്ക് നിർത്തുക എന്നുള്ളത് BJP നാളെ പരീക്ഷിക്കാൻ പോകുന്ന തന്ത്രമാണ്. വീട്ടിലിരുന്നു കൊണ്ട് പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് കഫേ.